ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥൻ ചമയാൻ വന്ന പാകിസ്ഥാന്റെ തനി നിറം പുറത്തായി. ഒരേ സമയം അമേരിക്കയുടെയും ഇറാന്റെയും വിശ്വസ്തനായ ഇടനിലക്കാരൻ ചമയുക, എന്നാൽ ഇരുട്ട് വെളുക്കുമ്പോൾ ഇറാന് രഹസ്യമായി ഒത്താശ ചെയ്യുക. പാകിസ്ഥാന്റെ വിഖ്യാതമായ ഇരട്ടത്താപ്പ് നയം വീണ്ടും ലോകത്തിന് മുന്നിൽ, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് മുന്നിൽ പരിഹാസ്യമായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ തങ്ങളുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർ ഖാൻ വ്യോമത്താവളത്തിലേക്ക് മാറ്റിയെന്ന നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CBS ന്യൂസ് ആണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്താൻ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ രഹസ്യാന്വേഷണ വിമാനങ്ങൾ ഉൾപ്പെടെ ഒന്നിലധികം എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാനിലേക്ക് കടത്തിയത്. ഇറാൻ അവരുടെ ചില സിവിലിയൻ വിമാനങ്ങൾ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഒരു തികഞ്ഞ നിഷ്പക്ഷ ഇടനിലക്കാരനായി പാകിസ്ഥാൻ സ്വയം അവരോധിച്ചിരിക്കുകയായിരുന്നു. ഒന്നിനുമല്ല, ലോകത്തിൽ വൻ ശക്തികൾ പങ്കെടുക്കുന്ന മഹായുദ്ധങ്ങളൊക്കെ നിർത്താൻ കെൽപ്പുള്ള ഒരു നിർണായക ശക്തിയാണ് തങ്ങളെന്ന ഒരു തരത്തിലുള്ള ഒരു ശ്വാനപ്രഹസനം, അത്രയേ ഉള്ളൂ. ഇസ്ലാമാബാദ് ടോക്സ് എന്ന പേരിൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വലിയ സമാധാന ചർച്ചകളൊക്കെ പാകിസ്ഥാൻ സംഘടിപ്പിച്ചിരുന്നു, നമുക്കറിയാമല്ലോ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നതായി അവർ ലോകത്തെ വിശ്വസിപ്പിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും വാഷിംഗ്ടണുമായും ടെഹ്റാനുമായും നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്തു. എന്നാൽ ഈ സമാധാന നാടകങ്ങൾക്കിടയിലാണ് അവർ ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് ഒളിയിടമൊരുക്കിയത് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. 10 പറ ചന്ദനം പൂശിയാലും തീവ്രവാദിയുടെ അസ്ഥിക്ക് മണം പിടിക്കുമല്ലോ. പാകിസ്ഥാന്റെ ഈ കള്ളക്കളി അമേരിക്കയെ കടുത്ത അമർഷത്തിലാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥ റോളിൽ പൂർണ്ണമായും പുനർവിചിന്തനം വേണമെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർ ലിൻസെ ഗ്രഹാം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാകിസ്ഥാൻ പണ്ടേ ഇസ്രായേലിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിലൊട്ടും അത്ഭുതമില്ല, അതിശയോക്തിയില്ല എന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. അതേസമയം നഗരമധ്യത്തിലുള്ള നൂർ ഖാൻ ബേസിൽ വലിയൊരു വിമാന വ്യൂഹം ആരും അറിയാതെ ഒളിപ്പിക്കാൻ കഴിയില്ല എന്ന വിചിത്രമായ ന്യായീകരണമാണ് ഒരു മുതിർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ നിരത്തുന്നത്. വർഷങ്ങളോളം സ്വന്തം സൈനിക അക്കാദമിക്ക് തൊട്ടടുത്ത് ഒസാമ ബിൻ ലാദൻ ഒളിച്ചിരുന്നത് പോലും അറിഞ്ഞില്ലെന്ന് നടിച്ചവരാണ് ഈ വരട്ട് ന്യായം അമേരിക്കയോട് പറയുന്നതെന്ന് ഓർക്കണം. ചുരുക്കത്തിൽ ഇരുതോണിയിലും കാൽവെച്ചുള്ള പാകിസ്ഥാന്റെ ഈ കള്ളക്കളി അവർക്ക് തന്നെ വലിയ വിനയാകാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന അടുത്ത വട്ട സമാധാന ചർച്ചകളുടെ പ്രസക്തി തന്നെ ഇതോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചതി പാക്കികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും ആ പാരമ്പര്യം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. മധ്യസ്ഥൻ തന്നെ ചതിച്ച ഈ സാഹചര്യത്തിൽ കട്ടക്കലിപ്പിലുള്ള ട്രംപും അമേരിക്കൻ ഭരണകൂടവും പാകിസ്ഥാൻ എന്ത് മറുപടി നൽകുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.